ആറ്റുകാൽ പൊങ്കാല കുറേ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതിൽ ചില വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയത്തിന് കാരണം നമ്മുടെ നടിയുണ്ടല്ലോ അന്നാരാജൻ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പൊങ്കാല ഇടാനാണോ പോയത് അതോ അവിടെ ബോഡി ഷോ കാണിക്കാനാണോ പോയത്? അതോ വല്ല ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ വല്ലതിൻ്റെ ഉദ്ഘാടനമാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ച് വച്ചേക്കുന്നത്? ചില ഓൺലൈൻ മീഡിയക്കാരുണ്ട്, അവരുടെ വീഡിയോ സൂം ചെയ്ത് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ആ സൂമിങ്ങിന് അനുസരിച്ച് നിന്ന് കൊടുക്കുന്ന അന്നാരാജൻ. നിങ്ങൾക്ക് അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെയോ പറയാനാണ് തോന്നുന്നത്. ഒരു സാരി ഉടുത്തിട്ട് അവിടെ എവിടെയും കാണിച്ചിട്ട് ഉടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മച്ചി നിങ്ങൾ അത് ഉടുത്തേ? അത് ഊരി ഇങ്ങ് കളഞ്ഞൂടെ? ആരെങ്കിലും നിർബന്ധിച്ചോ സാരി ഉടുത്തിട്ട് തന്നെ വരണം എന്നുള്ളത്? നിങ്ങൾ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന കുറേ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പറക്കിയിട്ടിട്ട് പോയാൽ പോരായിരുന്നോ? അവരെങ്ങോട്ട് പോയാലോ അതിൻ്റെ പുറകെ പോവാൻ കാണിക്കുന്ന ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മാർത്ഥത സമ്മതിക്കണം. അവരങ്ങോട്ട് പോയാൽ അതിൻ്റെ പുറകെ പോകും, ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ പുറകെ വരും. അവർ നിന്നാൽ അവിടെ നിൽക്കും, അവർ കുനിഞ്ഞാൽ താഴോട്ട് പോകും. ഇനി അവർ വേറെ എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് ഫോക്കസ്. നിനക്കൊന്നും ഉളപ്പില്ലേ? നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല എന്ന് പറഞ്ഞ് നടക്കുവാണോ? അല്ല, ഓൺലൈൻ മീഡിയക്കാരോടായി ചോദിക്കുന്നത്. നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ സമ്മതിക്കണം കേട്ടോ. ഇത്രയൊക്കെ കേട്ടിട്ടും വീണ്ടും 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 ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ മൈൻഡ് ഉണ്ടല്ലോ, അതെങ്ങനെ റീച്ച് വേണമല്ലോ. പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് നിന്ന് കൊടുക്കുന്ന ഇവരെ പോലെയുള്ള ആൾക്കാരെയാണ് ആദ്യം പറയേണ്ടത്. നിന്നങ്ങ് കൊടുക്കുക. അറിയാം ഫ്രണ്ടിൽ ഇവന്മാർ നിൽപ്പുണ്ട്, ഇവന്മാരെന്തുവാ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവന്മാരെങ്ങോട്ടാ വീഡിയോ എടുക്കുന്നത്, എല്ലാം അറിയാം. എന്നിട്ടും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്ന ഇവരെയാണ് ആദ്യം പറയേണ്ടത്. അല്ലാണ്ട് അവന്മാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ട് ആ സാരി ഉടുക്കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന വല്ല ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ പോരായിരുന്നോ? ആരെങ്കിലും നിർബന്ധിച്ചോ സാരി ഉടുത്തിട്ട് തന്നെ വരണം എന്നുള്ളത്? ഇല്ലല്ലോ. പോകുമ്പോൾ ചിപ്പിയായിരുന്നു ഒരു പൊങ്കാലയിൽ എല്ലാവരും കൂടെ പൊതിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അവരായിരുന്നു ആ സമയത്തുള്ള ഒരു ട്രെൻഡിങ്. പക്ഷേ അവർ ഇമാതിരി അവരാതൊന്നും കാണിക്കാറില്ല. മര്യാദയ്ക്ക് വന്നിട്ടിട്ട് അവർ പോവും. ഇതൊരുമാതിരി എന്താ പറയുക, പൊങ്കാലയ്ക്കാണോ ഇവർ പോയേക്കുന്നതല്ല വല്ല ഷോയും കാണിക്കാനാണോ പോയേക്കുന്നതെന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയാം. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് എനിക്കതിവിടെ പറയണം തോന്നിയത്. ദയവ് ചെയ്ത് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് കെട്ടി എടുക്കരുത് അന്നാമ്മച്ചി, പ്ലീസ്. ശരി എന്നാൽ.